ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണ നമ്മൾ പയർ വെച്ചിട്ടും കടല വെച്ചിട്ടും ഒക്കെ പായസം ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ടേസ്റ്റുള്ള പായസമാണ് ചക്കക്കുരു പായസവും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷനിലും കൂടെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. ചക്കക്കുരു പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഒരു 50-60 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് വേവിക്കണമെന്നില്ല, വേറെ പാത്രത്തിലിട്ട് വേവിച്ചാലും മതിയാകും. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അതിലേക്ക് ചക്കക്കുരു വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ച് ചക്കക്കുരു വേവിക്കാം. ഒരു 2 വിസിൽ കേൾക്കുന്നതുവരെ മാത്രം ചക്കക്കുരു വേവിച്ചാൽ മതി. കൂടുതൽ സമയം വേവിക്കുകയാണെങ്കിൽ ചക്കക്കുരു അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ഇനി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കാം. ചവ്വരി നമുക്ക് പായസത്തിൻ്റെ കൂടെ ഇട്ട് വേവിച്ചെടുത്താൽ മതി. പ്രത്യേകം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പ്രത്യേകം വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 കിലോ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് വയ്ക്കാം. ശർക്കര പാനിയാക്കിയ ശേഷം നന്നായിട്ട് അരിച്ചെടുത്ത് വയ്ക്കണം. 2 വിസിലുകൾ കേട്ടപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കുക്കർ നന്നായിട്ട് തണുത്ത ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ വെന്താൽ മതി. ഇതിൽ കൂടുതൽ വേകുകയാണെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. ഇനി ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞ് കുഴഞ്ഞു പോകണ്ട. ഒന്ന് ചെറിയ തരികളൊക്കെ കിടക്കുകയാണെങ്കിൽ പായസം കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനായിട്ടൊക്കെ കിട്ടും. അത് നല്ലതാണ്. ചക്കക്കുരു ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളിയോ നല്ല ആടി കട്ടിയുള്ള ഒരു പാത്രമോ എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഇട്ടിട്ട് നെയ്യിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ചക്കക്കുരു നന്നായിട്ടൊന്ന് നെയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ശർക്കര പാനി ഒഴിക്കാം. ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കാം. ഒരുപാട് സമയമിട്ട് വരട്ടണ്ട, എന്നാൽ ഒന്ന് വരണ്ട് വരികയും വേണം. പയർ പ്രഥമനൊക്കെ വയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് വരട്ടിയെടുക്കണം. നന്നായിട്ട് ആ കട്ടയെല്ലാം മാറ്റാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചെടുത്ത ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് ഈ ചവ്വരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ ഇട്ടില്ലെങ്കിൽ പ്രത്യേകം വേവിച്ച് ചേർക്കണം. ഈ സമയത്ത് ഇടുവാണെങ്കിൽ ചവ്വരി അവസാനമാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി വരട്ടിയെടുക്കാം. ഇളക്കാതെ ഇരിക്കുവാണെങ്കിൽ ഇത് അടി പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്നതുവരെ ഇളക്കിയെടുക്കണം. ഇതിന് ശേഷം തേങ്ങയുടെ 2-ാം പാൽ ചേർക്കാം. 2-ാം പാൽ ഞാൻ എടുത്തത് 6 ഗ്ലാസ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച ശേഷം നല്ലപോലെ ഇളക്കി ആ കട്ടയെല്ലാം മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കട്ടയെല്ലാം ഉടച്ചെടുക്കാം. അതിനുശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല കുറുകിയെടുക്കണം. ഒന്ന് കുറുകി വരണം. 2-ാം പാലിൽ കിടന്ന് പായസം നന്നായിട്ടൊന്ന് കുറുകി വന്ന ശേഷം മാത്രമേ 1-ാം പാൽ ഒഴിക്കാവൂ. ഇതിപ്പോൾ നന്നായിട്ട് 2-ാം പാലിൽ കിടന്ന് നന്നായിട്ട് ഇത് കുറുകിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് കുറുക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് നമ്മുടെ ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ചവ്വരിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഗ്ലാസ് പോലെ ആയിട്ടുണ്ട് ചവ്വരിയെല്ലാം. ഇതിന് ശേഷം തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ഗ്ലാസ് 1-ാം പാലുണ്ടത് 3 ഗ്ലാസ്സാണ് എടുത്തത്. അത് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച ശേഷം ഒരുപാട് സമയം തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കിയ ശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഏലക്കാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും കിസ്മിസും ഇത് മൂന്നും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ്, അതും കൂടെ ചേർക്കാം. ഇതെല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. നമ്മുടെ നാട്ടിലിപ്പോൾ ചക്കയുടെ സീസണാണ്. ഇഷ്ടംപോലെ ചക്കക്കുരു എല്ലാ വീടുകളിലും വേസ്റ്റാക്കി കളയാറുണ്ട്. ചക്കയുള്ള വീടുകളിലെല്ലാം ചക്കക്കുരു വേസ്റ്റ് ആക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ചക്കക്കുരു എടുത്ത് ഇതുപോലെ പായസം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.